ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2-3 ദിവസങ്ങൾക്ക് മുന്നേ അട്ടപ്പാടിയിൽ ഒരു സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പരിപാടിയില്ല, വെറുതെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റേ അടിച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് വരിക, അത്ര മാത്രമേ ഉള്ളൂ പ്ലാനിങ്. അപ്പോൾ നമ്മൾ അട്ടപ്പാടി പോയിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു സ്പോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ, ചുറ്റും നല്ല വ്യൂ ആണ്. അങ്ങനെ വ്യൂ കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതായത് 5 കിലോമീറ്റർ ചുറ്റളവിൽ ആരുമില്ല, ഒരു വീടുകൾ പോലും ഇല്ല. ഈ ഒരു 2 വീട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു ഹോം സ്റ്റേയും അതേപോലെ തന്നെ തൊട്ട് അടുത്ത് അതൊരു മാസ റെൻറ്റിന് പോണൊരു ഹോം സ്റ്റേ ആണ്. അത് ഇവിടെ പണിക്ക് വരുന്നവർക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. നമ്മൾ സ്റ്റേ എടുത്ത അത്രയും സെറ്റപ്പും വൃത്തി അങ്ങനെയൊന്നുമില്ല മറ്റേ വീട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്ത്, ഇവിടേക്കാണ് രാത്രി നമ്മൾ അടിച്ച് പൊളിച്ചത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിവിടെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് ഇവിടെ സെൻട്രൽ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ചുറ്റും ഇരിക്കാനുള്ള ആ ഒരു സെറ്റപ്പൊക്കെ ഈ തെങ്ങിനെ മുറിച്ചിട്ടൊക്കെയാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അവിടെ. ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത ആ ഒരു വീട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഫാമിലീസ് ആയിട്ട് വരുന്നതിനും വെച്ച് നല്ലത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റ ഒരു പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ, ചുറ്റും ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ വീടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചെക്കന്മാരായിട്ട് വന്ന് അടിച്ച് പൊളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വൈബായിരിക്കും, നല്ല ചില്ല് മൂടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ച ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതും കൂടി നിങ്ങൾ കാണി. ഉള്ളിൽ പോണ സമയത്ത് ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഇതൊക്കെ അലമ്പായി കിടക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ വന്നിട്ട് മൊത്തം അലമ്പായി കിട്ടു. ഇന്നലെ തന്നെ എടുക്കണമായിരുന്നു വീഡിയോ. ഇവിടെ ഒരു സോഫ കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ ഉണ്ട്, പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ സ്റ്റൂളുകളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള കുറേ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം നല്ല അടിപൊളിയായിട്ടുള്ള നീറ്റായി ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഈ ശരിക്കും വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാം കേട്ടോ, ഒരു തിരക്കില്ലാണ്ട് 3 പേർക്ക് കിടക്കാം. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ വ്യൂ ഇതാണ് ഗൈസ്, വ്യൂ കണ്ടില്ലേ. ഇതേപോലെ മുകളിലൊരു വ്യൂ ഉണ്ട്, നമുക്ക് തുറക്കാനൊക്കെ പറ്റും. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പുറകിലത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി മേലെ പോയിട്ട് കാണിച്ചു തരാം. കണ്ടോ, പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ വേണ്ടി കണ്ടില്ലേ, അടിയിലുണ്ട്, ഡ്രസ്സൊക്കെ വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ മുകളിൽ പോകാം. മുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ ഗൈസ് ഇതാ, ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിവിടെ ഉണ്ടെന്നല്ല കിടന്നത് ഈ കാണുന്ന ഭാഗത്ത്. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അലോഡ് വന്നിട്ട് 5 പേരാണ്. പക്ഷേ 5-6 ആൾക്കാർ വന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ചെക്കന്മാർക്കൊക്കെ ആണെങ്കിൽ അടിച്ച് പൊളിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോട്ടാ. ഇവിടെ തന്നെ എത്ര ആൾക്ക് കിടക്കാം, 5-6 ആൾ നിരന്ന് കിടക്കാം, സീനേ ഇല്ല. പക്ഷെ എന്തെങ്കിലും കൂട്ടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇവിടെ സമ്മതിക്കും. ശരിക്കും പറഞ്ഞാൽ 5 പേർക്ക് ഞങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത് 3000 രൂപയ്ക്കാണ്. കുഴപ്പമില്ലാതെ പോയി, വലിയ പ്രൈസ് ഒന്നുമില്ല, സംഭവം സെറ്റ്, അടിപൊളി. പിന്നെ ഇവിടെ നിന്ന് എന്താണ് ഇങ്ങനെ ഉണ്ട്, ഈ സ്റ്റെപ്പ് കൂടെ കയറി വേണം മേലേക്ക് വരാൻ. ഓക്കെ, പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് കേസ് ഇവിടെ നിന്നുള്ള വ്യൂ. അതെ, ഇതാണ് ഇവിടുത്തെ വ്യൂ. പിന്നെ ഇവിടെയും മുകളിലൊരു ഫാനൊക്കെ ഉണ്ട്, കണ്ടോ, മുകളിലൊരു ഫാനൊക്കെ ഉണ്ട്. പിന്നെ തിരക്കടില്ലാത്ത ലെവലിൽ സംഭവം സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളി. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പം ഇത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പുറമൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ അല്ലേ, കൂട്ടട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത വേറൊരു സ്ഥലത്തേക്ക് പോകണ്ടേ.
സൂപ്പറായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വീട് കെട്ടിയ അടിപൊളിയാണ്. എനിക്കെന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു. സ്റ്റേ പൊളിച്ചു. ഈ മരത്തെ കൂടെ ഒക്കെ രാത്രി ലൈറ്റൊക്കെ ഇട്ടൊരു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റൊക്കെ ഇട്ടൊരു സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കയറി വന്ന വഴിയാണിത്. ഈ റൂം എന്ന് പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ റൂമിലേക്ക് എത്തണമെങ്കിൽ നമ്മളൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട്. അതായത് ഈ സ്റ്റേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് വേണം വരാൻ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരുമ്പോൾ ഇവിടെ ഒന്നും ശരിക്കും ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഇന്നലെ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു എന്തോ പോലെയൊക്കെ ഉണ്ടായിരുന്നു, ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് മൊത്തത്തിൽ എവിടേക്കൊക്കെയോ പോണ പോലെയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി. നമ്മൾ പിന്നെ തിരിച്ച് ഇറങ്ങി വരുന്ന സമയത്താണ് ഇന്നലെ കയറി വന്ന വഴി ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് പറയണത്. മൊത്തത്തിൽ കാടാണ്, എവിടേക്ക് നോക്കിയാലും കാട്. അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഫ്രണ്ടിലേക്ക് നോക്കിയാലും ബാക്കിലേക്ക് നോക്കിയാലും മൊത്തത്തിൽ കാട്. കാടിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇവിടെ പോയി സ്റ്റേ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫാമിലീസ് ആയിട്ടൊക്കെ വരുന്നതിനും വെച്ച് നല്ലത് ചെക്കന്മാരായിട്ടൊക്കെ വരുന്നതന്നെ. എങ്ങനെ 2.5 അടിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം അടിപൊളിയുണ്ടാ. അപ്പോൾ കുറച്ച് മുകളിൽ കുറച്ച് റോഡ് നന്നായിട്ട് മോശം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു നല്ല ഒരു റോഡ് പോലെയൊക്കെ ആയി. പിന്നെ അത് ഇവിടെ നിന്ന് താഴത്തുനിന്ന് നേരെ മുകളിലേക്ക് ഒരു റോഡ് കയറി പോകണുണ്ടോ. അവിടേക്കൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെയാണ് കേട്ടോ. നല്ല നല്ല വ്യൂ പോയിൻ്റാണ്. രാവിലെയൊക്കെ കയറി പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ല അടിപൊളി കോടമഞ്ഞൊക്കെ കാണാൻ പറ്റിയ ആ ഒരു സ്പോട്ടൊക്കെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് പോണ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഷെഡൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് കെട്ടി വെച്ചാണ് കേട്ടോ. അവരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലോക്കൽസ് കെട്ടി വെച്ചാണ്. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ നേരെ അടുത്തൊരു സ്പോട്ടിലേക്ക് പോണ്. ബാക്കി നമുക്ക് വേറെ സ്പോട്ടിൽ പോയിട്ട് കാണാം. ശരി, ബൈ.